പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. മിന്നി പോലെ മിന്നിത്താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മഞ്ഞ പെയ്തുവല്ലോ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചെങ്ങലകൾ പൊട്ടിമുറുങ്ങട്ടെ. ആഹാ ഉന്നതനെ വാഴ്ത്തിടാം ഉച്ചസ്വരത്തോടെ. ഓഹോ ഭിന്നതയാം ചെങ്ങലകൾ പൊട്ടിമുറുങ്ങട്ടെ. ആഹ്ലാദമല്ലിയിടിച്ചിരുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കായി ഒരുങ്ങുന്ന എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ഡിസംബർ 25-ാം തീയതിയാണ് നാം ക്രിസ്തുമസ് ആഘോഷിക്കുന്നതെങ്കിലും അതിനു മുൻപും പിൻപുമായുള്ള കുറേ ദിവസങ്ങളിൽ ലോകത്തെ മിക്ക സ്ഥലങ്ങളിലും വൈവിധ്യമാർന്ന ചടങ്ങുകളിലൂടെ ക്രിസ്തുമസ് ആഘോഷഭരിതമാക്കുകയാണ് ലോക ജനത. നസറത്തിലെ യേശുവിന്റെ ജനനരേഖയാണ് ക്രിസ്തുമസ് അടയാളപ്പെടുത്തുന്നത്. അതെ, ദൈവപുത്രനായ യേശു ക്രിസ്തു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനിച്ചതിന്റെ ഓർമ്മദിനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ സുവിശേഷങ്ങളിൽ ഇതിന്റെ വ്യക്തതയും കൃത്യതയും നിറഞ്ഞ വിവരണങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. കാലിത്തൊഴുത്തിലെ മറിയത്തിൽ നിന്ന് യേശു ജനിക്കുന്നതും ഈ സമയത്ത് ആകാശത്തു നിന്നൊരു മാലാഖ സ്വർഗീയ ഗാനങ്ങൾ ആലപിക്കുന്നതും ആട്ടിടയന്മാർ വന്ന് ഉണ്ണിയെ കണ്ടുവണങ്ങുന്നതും ചരിത്ര സംഭവങ്ങളായി നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ക്രിസ്തുമസ് കേക്കിനുമുണ്ട് ഒരു ചരിത്രം. മധ്യകാല ഇംഗ്ലണ്ടിലാണ് ക്രിസ്തുമസ് പ്ലം കേക്കിന്റെ തുടക്കം. ക്രിസ്തുമസ് തലേന്ന് അവർ കഴിച്ചിരുന്ന വിഭവമായിരുന്നു പ്ലം പോറിഡ്ജ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞി. പിന്നീട് ഈ പോറിഡ്ജിൽ ഓട്സും സ്പൈസസും തേനും ചിലപ്പോൾ ബീഫും ചേർത്ത് വന്നു. പിറ്റേന്നത്തെ വിഭവസമൃദ്ധിയായ ആഘോഷത്തിന് വയറിനെ ഒരുക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അന്നത്തെ ആ പോറിഡ്ജാണ് ക്രിസ്തുമസ് പ്ലം കേക്കിന്റെ മുതുമുത്തച്ഛൻ. ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തുമസ് കേക്കിന്റെ കഥ നിങ്ങൾക്കറിയാമോ? അതിന്റെ പിന്നിൽ തലശ്ശേരി കണ്ണായ മാമ്പിള്ളി ബാപ്പു എന്നയാളാണുള്ളത്. 1850-ലാണ് മാമ്പിള്ളി ബാപ്പു തന്റെ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറി തുടങ്ങുന്നത്. 1853-ലാണ് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ക്രിസ്തുമസ് കേക്കിന്റെ കഥ തുടങ്ങുന്നത്. മർഡോക് ബ്രൗൺ എന്ന കച്ചവടക്കാരൻ താൻ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കേക്കുമായി ബാപ്പുവിനെ സമീപിച്ചു. ഇതുപോലെ ഒരു കേക്ക് നൽകുക എന്നതായിരുന്നു ആവശ്യം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ബ്രൗൺ വിശദീകരിച്ചു. ബർമയിൽ നിന്ന് ബ്രെഡും ബിസ്ക്കറ്റും ഉണ്ടാക്കാൻ പഠിച്ചെത്തിയ ബാപ്പു ബ്രൗണിന്റെ നിർദ്ദേശങ്ങൾക്കൊപ്പം തന്റേതായ പരീക്ഷണങ്ങളും കൂട്ടിച്ചേർത്തു. അതാകട്ടെ ബ്രൗണിന് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിസ്തുമസ് കേക്ക് പിറന്നത്. കേക്കിന്റെ മധുരം പോലെ ക്രിസ്തുമസ് കാലം നമ്മിൽ മധുരവും ആനന്ദവും നിറയ്ക്കട്ടെ. ഈ പ്രാവശ്യം ക്രിസ്തുമസ് കരോളുമായി പോകുമ്പോൾ ഒരു പാവപ്പെട്ട കുടുംബത്തിന് സന്തോഷത്തോടൊപ്പം ഒരു കേക്കും സമ്മാനിക്കാം. അതാകട്ടെ ഇത്തവണത്തെ ആക്ടിവിറ്റി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ.